ആ വ്യക്തി അവരെ ലക്ഷ്യം വെച്ച് നടന്നു നീങ്ങി. അകലം കുറയുന്തോറും കല്യാണിയുടെ ഹൃദയമിടിപ്പ് കൂടിക്കൂടി വന്നു. അവൾക്കൊരാശ്രയം പോലെ സ്നേഹ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. ആ വ്യക്തി അവർക്കരികിലെത്തിയതും അവൾ അവന്റെ നാമം ഉച്ചരിച്ചു. ശ്രീകാന്ത്. നീ എൻ്റെ പേരും എന്നെയും മറന്നിട്ടില്ലല്ലേ? ഗൗരവത്തിലും ദേഷ്യത്തോടും കൂടി അവൻ ചോദിച്ചു. ആ ശബ്ദവും അവന്റെ വഷളത്തരം നിറഞ്ഞ നോട്ടവും അവളുടെ മനസ്സിൽ ഭയം നിറച്ചു. മുഖത്ത് നിന്ന് വെള്ളം ഒപ്പിയെടുക്കാൻ പാകത്തിൽ അവൾ നന്നായി വിയർത്തു കുളിച്ചിരുന്നു. നന്നായി വിയർത്തിട്ടുണ്ടല്ലോ, പേടിച്ചു പോയോ? അവൻ അവളുടെ കവിൾത്തടങ്ങളിലെ വിയർപ്പ് കണങ്ങൾ തുടച്ചുകൊണ്ട് തിരക്കി. ഭയം കൊണ്ട് അവളുടെ നാവ് കുഴഞ്ഞുപോയി. പെട്ടെന്ന് ആരോ പിറകിൽ നിന്നും ശ്രീകാന്തിന്റെ കൈകളിൽ കയറി പിടിച്ചു. എന്നിട്ട് മുഷ്ടി ചുരുട്ടി അവന്റെ നാസികയിൽ ഇടിച്ചു. പെട്ടെന്നുള്ള ഇടിയായതുകൊണ്ട് അവൻ വേച്ചു പോയി. അവനെ ഒരു നിമിഷം കൊണ്ട് തല്ലി അവശ നിലയിലാക്കി. ഇവളെന്റെ ഭാര്യയാണ്. നിന്റെ ഈ വഷളത്തരം നിറഞ്ഞ നോട്ടവുമായിട്ട് ഇനി വന്നാൽ. ശ്രീകാന്ത് അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയിട്ട് അവിടെ നിന്നും നടന്നു നീങ്ങി. അവനടുത്ത് വന്നപ്പോ നിന്റെ നാവ് എവിടെ പോയി? അല്ലെങ്കിൽ 100 നാവ് കാണുമല്ലോ. അത് സർ. അവൾ പെട്ടെന്ന് അവനെ കണ്ടപ്പോ ഭയന്നുപോയി. അതാരാണെന്ന് തിരക്കണമെന്ന് ആകാശിന് തോന്നിയെങ്കിലും ഒന്നും ചോദിച്ചില്ല. പക്ഷേ ആകാശിന്റെ മനസ്സറിഞ്ഞതുപോലെ സ്നേഹ പറഞ്ഞു തുടങ്ങി. സർ, അവന്റെ പേര് ശ്രീകാന്ത് എന്നാണ്. ഇവളുടെ മുറച്ചെറുക്കൻ. മുറച്ചെറുക്കനോ? അതെ. അവനെ ഇവൾക്ക് ഭയമായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഒപ്പം ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. ഇവൾക്ക് 3 വയസ്സ് പ്രായമുള്ളപ്പോൾ അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റിൽ മരിച്ചു. പിന്നീട് വളർത്തിയത് അവന്റെ വീട്ടുകാരായിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തൻ്റെ പ്രാണസഖിയോടുള്ള സ്നേഹം വർദ്ധിച്ചു. പെട്ടെന്ന് തന്നെ അവളുടെ ബോധം മറഞ്ഞു. അവൻ അവളെ പിടിച്ച് താങ്ങി നിർത്തി. അടുത്ത് കിടന്ന ചെയറിൽ അവളെ പിടിച്ചിരുത്തി. എന്നിട്ട് അവളുടെ തലഭാഗം തൻ്റെ മടിയിലാക്കി വെച്ച് കിടത്തി. കുറച്ചു സമയത്തിന് ശേഷം അവൾക്ക് ബോധം വന്നു. എവിടേക്ക് എഴുന്നേറ്റ് പോകുവാ? കള്ളച്ചിരിയോടെ കൂടി അവൻ തിരക്കി. അവൾ എഴുന്നേൽക്കാൻ നോക്കുന്തോറും അവൻ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്നു. ഇത് ബെഡ്റൂം അല്ല, ആശുപത്രിയാണ്. എന്നെ വിട്ടെ. കപടദേഷ്യത്തോടെ അവൾ പറഞ്ഞു. അപ്പോഴേക്കും ഒരു നേഴ്സ് അങ്ങോട്ട് വരുന്നത് കണ്ടതും അവൻ പിടിവിട്ടു. ഇതൊക്കെ കണ്ട് അന്തം വിട്ട് കുന്തം വിഴിഞ്ഞതുപോലെ ഇരിക്കുകയാണ് സ്നേഹ. അവൻ പിടിവിട്ടതും അവൾ നേരെയിരുന്നു. ആ നേരം ഒരു ഫോൺ കോൾ വന്നതും അതും അറ്റൻഡ് ചെയ്തുകൊണ്ട് ആകാശ് അവിടെ നിന്നും മാറി. ഡി കല്ലു, നിങ്ങളുടെ വഴക്കിന്റെ കെട്ട് എപ്പം മുതൽ അയങ്ങി തുടങ്ങി? അറിയില്ലടി, എപ്പോഴോ. അവൾ നാണത്തോടെ പറഞ്ഞു. അത് കൊള്ളാലോ. ആ സിസ്റ്റർ വന്നത് നന്നായി. ഇല്ലെങ്കിൽ ഈ ഇരിപ്പിൽ പാറു മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കാണില്ലേ? വിഷയം മാറ്റാൻ നോക്കുവാണല്ലേ? ആ, ആണെങ്കിൽ അങ്ങനെ. നമുക്ക് ആ നേഴ്സിനോടൊന്ന് തിരക്കാം. അവർ നേഴ്സിന്റെ അടുത്തേക്ക് നടന്നു നീങ്ങി. സിസ്റ്റർ, പാറു മയക്കത്തിൽ നിന്നും ഉണർന്നോ? കല്ലു തിരക്കി. ഇപ്പോൾ ഉണർന്നതേ ഉള്ളൂ. കാണണമെങ്കിൽ കയറി കണ്ടോളൂ. സ്നേഹയും കല്ലുവും കൂടി ICUവിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. അവളെ കണ്ടതും കല്ലു വിളിച്ചു. ആ വിളിയിൽ പാറുവിന്റെ മിഴികൾ നിറഞ്ഞൊഴുകി. ഒഴുകി വന്ന കണ്ണുനീർ തുടച്ചു മാറ്റി. എന്തിനടാ കരയുന്നേ? നിനക്ക് എന്താ പറ്റിയത്? സ്നേഹ തിരക്കി. അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പോഴും കരഞ്ഞുകൊണ്ടേയിരുന്നു. നിന്നെ ഞങ്ങളന്ന് എത്ര തവണ കോൾ ചെയ്തു എന്നറിയാമോ? സ്നേഹ വീണ്ടും തിരക്കി. അവൾ അതിനും മറുപടിയൊന്നും പറഞ്ഞില്ല. നിനക്ക് അന്ന് ആ കല്യാണ മണ്ഡപത്തിൽ എന്തൊക്കെയാ നടന്നതെന്നറിയാമോ? എൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞു. കല്ലു പറഞ്ഞതൊന്നും പാറുവിന് മനസ്സിലായില്ല. അവൾ ഇരുവരെയും മാറി മാറി നോക്കി. അവളുടെ ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും അന്ന് നടന്നത് എന്താണെന്ന് സ്നേഹ വിവരിച്ചു കൊടുത്തു. പാറു എന്തോ പറയാൻ വാ തുറന്നതും നേഴ്സ് വന്നു. പേഷ്യന്റിനെ ഒരുപാട് സംസാരിപ്പിക്കാൻ പറ്റില്ല, നേഴ്സ് പറഞ്ഞു. നിന്നെ ഞങ്ങളന്ന് എത്ര തവണ കോൾ ചെയ്തു എന്നറിയാമോ? സ്നേഹ വീണ്ടും തിരക്കി. അവൾ അതിനും മറുപടിയൊന്നും പറഞ്ഞില്ല. നിനക്ക് അന്ന് ആ കല്യാണ മണ്ഡപത്തിൽ എന്തൊക്കെയാ നടന്നതെന്നറിയാമോ? എൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞു. കല്ലു പറഞ്ഞതൊന്നും പാറുവിന് മനസ്സിലായില്ല. അവൾ ഇരുവരെയും മാറി മാറി നോക്കി. അവളുടെ ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും അന്ന് നടന്നത് എന്താണെന്ന് സ്നേഹ വിവരിച്ചു കൊടുത്തു. പാറു എന്തോ പറയാൻ വാ തുറന്നതും നേഴ്സ് വന്നു. പേഷ്യന്റിനെ ഒരുപാട് സംസാരിപ്പിക്കാൻ പറ്റില്ല, നേഴ്സ് പറഞ്ഞു. ഞങ്ങൾ പുറത്തുണ്ടാകും. അതും പറഞ്ഞ് ഇരുവരും ICUവിന് പുറത്തേക്ക് ഇറങ്ങി. പുറത്തു നിൽക്കുന്ന ആളെ കണ്ടതും കല്ലു ഒന്ന് പെട്ടെന്ന് ഞെട്ടി. നിന്റെ കെട്ടിയോൻ നിന്നെയും കാത്തു നിൽക്കുവായിരുന്നു തോന്നുന്നു, സ്നേഹ കല്ലുവിന് മാത്രം കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു. അത് കേട്ടതും അവളുടെ മുഖം ചുവന്നു തുടുത്തു. സാർ പോയില്ലായിരുന്നോ? രണ്ടുപേരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് സ്നേഹ തിരക്കി. ഇല്ല. പിന്നെ സ്നേഹയ്ക്ക് ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? സ്നേഹ ഒറ്റയ്ക്കല്ലല്ലോ, ഇവിടെ അവൾക്ക് ഞാൻ കൂട്ടുണ്ടല്ലോ.
നമ്മൾ രണ്ടുപേരും കൂടി ഒരു സ്ഥലം വരെ പോകുക. എങ്ങോട്ട്? ഞാൻ പോകുന്ന വഴിയെ പറയാം, ആകാശ് പറഞ്ഞു. നീ പോയിട്ട് വാ, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കൊണ്ടൊരു കുഴപ്പമില്ല. കല്യാണി സ്നേഹയെ നോക്കിയതും അവൾ പറഞ്ഞു. എവിടേക്കാണ് പോകുന്നത് എന്നറിയാതെ അവൾ ആകാശിനൊപ്പം കാറിൽ കയറി. കാർ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ആകാശ് അവളെ ഒന്നും സംസാരിച്ചതേയില്ല. എവിടേക്കാണെന്നറിയാതെ കുറെ നേരം കഴിഞ്ഞതും കല്യാണിയുടെ ക്ഷമ നശിച്ചു. നമ്മളിത് എങ്ങോട്ടാണ് പോകുന്നത്? അവൾ ഉറക്കെ ചോദിച്ചു. അത് നേരിട്ട് കാണുമ്പോൾ അറിയാലോ. അത് പറഞ്ഞാൽ എന്താ കുഴപ്പം? നിന്നോട് ഞാൻ തർക്കിക്കുന്നില്ലേ. നമ്മൾ രജിസ്റ്റർ ഓഫീസിലേക്കാണ് പോകുന്നത്. രജിസ്റ്റർ ഓഫീസിലേക്കോ? അവൾ ഞെട്ടലോടെ തിരക്കി. അതെ, നമ്മുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാനാ പോകുന്നത്. അവൾ ഇപ്പോഴും ആ ഞെട്ടലിൽ നിന്ന് മുക്തയായിട്ടില്ല. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഇവളുടെ കിളിയെല്ലാം പറന്നുപോയെന്നാ തോന്നുന്നത്, അവൻ മനസ്സിൽ പറഞ്ഞു. കുറച്ചു നേരത്തിന് ശേഷം അവർ രജിസ്റ്റർ ഓഫീസിലെത്തി. ഡി, സ്ഥലമെത്തി, നീ ഇറങ്ങുന്നില്ലേ? അവൻ തട്ടി വിളിച്ചപ്പോഴാണ് അവളുടെ പറന്നുപോയ കിളികളെല്ലാം കൂടി തിരിച്ചു വന്നത്. അവൾ കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. നാലുപാടുമൊന്ന് നോക്കി, എന്നിട്ട് ആകാശിന്റെ മുഖത്തേക്കും നോക്കി. നീ ഇത് എന്തു നോക്കുക? നമുക്ക് നമ്മുടെ വിവാഹം രജിസ്റ്റർ ചെയ്യണ്ടേ? ലീഗലി നമ്മളിപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ടില്ല. അപ്പോഴാണ് അവൾക്ക് കാര്യം മനസ്സിലായത്. ഒഫീഷ്യലി വിവാഹം കഴിഞ്ഞുവെങ്കിലും അവർ നിയമപരമായി ഭാര്യ ഭർത്താക്കന്മാരായിട്ടില്ല. കല്യാണം തന്നെ ഒരു ആക്സിഡന്റൽ മാരേജ് ആയിരുന്നു, അവൾ മനസ്സിൽ പറഞ്ഞു. അകത്തേക്ക് വാ, നമുക്ക് വേണ്ടി രണ്ടുപേർ കാത്തിരിപ്പുണ്ട്, ആലോചനയിൽ നിൽക്കുന്ന അവളോടായി ആകാശ് പറഞ്ഞു. ആരെന്ന അർത്ഥത്തിൽ അവൾ അവനെ നോക്കി. നമ്മുടെ രജിസ്റ്റർ വിവാഹത്തിന് ഒപ്പിടാൻ 2 സാക്ഷികൾ വേണ്ടേ? അതിനുവേണ്ടി വന്ന എൻ്റെ 2 ഫ്രണ്ട്സാണ്. അത് കേട്ടതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. അവർ രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. അവരുടെ രജിസ്റ്റർ വിവാഹം കഴിഞ്ഞു. സാറേ, കല്ലു ആകാശിനെ വിളിച്ചു. നിന്റെ ഈ വിളി നിർത്താറായില്ലേ? പിന്നെ ഞാൻ എന്തു വിളിക്കാനാ? ആകാശേട്ടാ എന്ന് വിളിച്ചാൽ മതി, കുറച്ച് ഗൗരവത്തോടെ അവൻ പറഞ്ഞു. ആകാശേട്ടാ, എനിക്കൊരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താഗ്രഹം? അത് പിന്നെ കൊഞ്ചാതെ പറയുന്നുണ്ടേ പറ, അവൻ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. നമ്മുടെ വിവാഹം ഒരു ആക്സിഡന്റൽ മാരേജ് ആയിരുന്നല്ലോ. ആകാശേട്ടൻ എൻ്റെ കഴുത്തിൽ താലിമാല ചാർത്തിയതൊന്നും എനിക്ക് ഓർമ്മയില്ല. അതിന് എന്നെ ഒന്നുകൂടി കല്യാണം കഴിക്കാമോ? നീ എന്തൊക്കെയാ പറയുന്നത്? നിനക്ക് വട്ടുണ്ടോ? എനിക്ക് വട്ടൊന്നുമില്ല. ഇവിടെ അടുത്ത് ഒരു ക്ഷേത്രത്തിൽ വെച്ച് എൻ്റെ കഴുത്തിൽ ഒരു തുളസിമാല അണിച്ചാൽ മതി. അല്ലാതെ ഈ താലി പൊട്ടിച്ച് മാറ്റിയിട്ട് ഒന്നുകൂടി കെട്ടണമെന്നല്ല ഞാൻ പറഞ്ഞത്. ആ ആഗ്രഹം സാധിച്ചു തരാം. അവൾക്ക് ഒരുപാട് സന്തോഷമായി. നീ വന്ന് കാറിൽ കയറ്, അവളുടെ ആ നിൽപ്പ് കണ്ട് ആകാശ് പറഞ്ഞു. അവൾ കാറിൽ കയറിയതും അവൻ എങ്ങോട്ടോ ലക്ഷ്യം വെച്ച് കാർ പായിച്ചു വിട്ടു. ഇത് നമ്മൾ എങ്ങോട്ടേക്കാ പോകുന്നത്? രജിസ്റ്റർ ഓഫീസിൽ നിന്നും ഹോസ്പിറ്റലിലേക്കല്ല തിരിച്ചു പോകുന്നത് മനസ്സിലാക്കിയ കല്ലു തിരക്കി. അത് സ്ഥലം എത്തുമ്പോഴേക്കും മനസ്സിലാവും. അവൾ പിന്നെ അവനോടൊന്നും ചോദിക്കാൻ പോയില്ല. പുറത്തെ കാഴ്ചകൾ കണ്ടിരുന്നു. അല്പസമയം കഴിഞ്ഞതും കാർ അവൾക്ക് പരിചിതമായ വഴികളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. അവരുടെ ആ കാർ ചെന്ന് നിന്നത് കല്ലുവിന്റെ മുറച്ചെറുക്കന്റെ വീട്ടിലായിരുന്നു. നമ്മളെന്താ ഇവിടെ? താനെന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? അതും പറഞ്ഞ് അവളെയും കൊണ്ട് അവൻ ആ വീട്ടിലേക്ക് കയറി കോളിംഗ് ബെൽ അടിച്ചു. പുറത്തേക്ക് ഒരു സ്ത്രീയാണ് ഇറങ്ങി വന്നത്. അമ്മായി, കല്ലു അവരെ നോക്കി വിളിച്ചു. ഇതാണോ നിന്റെ അമ്മായി? കല്ലുവിനെ നോക്കിക്കൊണ്ട് ആകാശ് തിരക്കി. അതേ എന്നർത്ഥത്തിൽ അവൾ തല ചലിപ്പിച്ചു. അവളുടെ കഴുത്തിലൂടെ കൈകളിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ അകത്ത് കയറി. നിങ്ങളിത് എങ്ങോട്ടാണ് കയറി പോകുന്നത്? അമ്മായി തിരക്കി. കുറച്ച് ക്ഷമ കാണിക്ക്, ഞാൻ അകത്തേക്ക് കയറട്ടെ. അവൻ അകത്തേക്ക് കയറിയിരുന്നു. ഇവിടെ അമ്മായി മാത്രമേ ഉള്ളൂ, അമ്മാവനില്ലേ? ഞാൻ മാത്രമേ ഉള്ളൂ. എന്താണെന്ന് പറ. ഞാൻ ഇവളുടെ ഭർത്താവാണ്, ഒഫീഷ്യലായും നിയമപരമായും. പിന്നെ അമ്മായിയുടെ മോൻ ഇനി ഇവളുടെ പുറകെ നടന്നാൽ ഇപ്പൊ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതായിരിക്കില്ല കിട്ടാൻ പോകുന്നതെന്ന് അമ്മായിയുടെ മോനോടൊന്ന് പറഞ്ഞേക്കണം. കാര്യമൊന്നും മനസ്സിലാവാതെ അമ്മായി അവരെ മിഴിച്ചു നോക്കിയിരുന്നു. അപ്പോഴേക്കും അവശനിലയിൽ ശ്രീകാന്ത് അവിടേക്ക് കയറി വന്നു. മോനെ, ഇതെന്താ പറ്റിയത്? നിന്നെ ആരാ തല്ലിയത്? അവശനായി നിൽക്കുന്ന ശ്രീകാന്തിനെ കണ്ടതും അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അമ്മായി തിരക്കി. അത് ഞാൻ പറഞ്ഞാൽ മതിയോ അമ്മായി? കല്ലുവാണ് പറഞ്ഞത്. അവർ കല്ലുവിന്റെ മുഖത്തേക്ക് മിഴികളെ പായിച്ചു. എന്നെ ശല്യം ചെയ്യാനായി ഇനി വന്ന
എൻ്റെ ഭർത്താവ് വെറുതെ ഇരിക്കില്ല. ഇപ്പോൾ ഒരു സാമ്പിൾ മാത്രമേ അമ്മായിയുടെ മോന് കിട്ടിയിട്ടുള്ളൂ. അവൾ പറഞ്ഞു നിർത്തിയതും ഒരു കൈ അവൾക്ക് നേരെ നീണ്ടുവന്നു.